ഹലോ ഡിയേഴ്സ്, ദിസ് ഈസ് ജയേഷ് സാർ. ഇനിയുള്ള നമ്മുടെ ഓരോ വീഡിയോയും നമ്മുടെ എക്സാമിനെ ഫോക്കസ് ചെയ്തുള്ളതായിരിക്കും അല്ലേ. എക്സാമിങ് എത്തി, ഓണം എക്സാം ഉടനെയുണ്ട്. തീർച്ചയായിട്ടും നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുവറായിട്ടും നമ്മുടെ ഈ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, അപ്രീസിയേഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിലെ ദ സീഡ്ലിംഗ് എന്ന ചാപ്റ്റർ ഈ ടേമിൽ ഒഴിവാക്കിയിട്ടുണ്ട്, അതില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് നമുക്കൊരൊറ്റ അപ്രീസിയേഷൻ പഠിച്ചാൽ മതി. ഇത്രയും കാലത്തെ രീതി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് ഒരു അപ്രീസിയേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ള പാഠത്തിന്റെ അപ്രീസിയേഷൻ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അതിന്റെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. 4 മാർക്കായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 4 മാർക്കും നമ്മളിപ്പോൾ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നോക്കുക. 2 പാരഗ്രാഫുകളായിട്ടാണ് നമ്മൾ ഈ അപ്രീസിയേഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ള ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ നമുക്ക് തുടങ്ങാം. നോക്കുക. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ഈസ് ആൻ എക്സ്ട്രാക്ട്. ഇതൊരു എക്സ്ട്രാക്റ്റ് ആണ്. ആദ്യം നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഇത് എവിടുന്നാണ് എടുത്തിരിക്കുന്നത്, എന്താണ്, ആരാണ് എഴുതിയത്, ഇങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറയേണ്ടത് അല്ലെ. അപ്പൊ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ഈസ് ആൻ എക്സ്ട്രാക്ട്. ഇതൊരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു ഭാഗമാണ്. ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ. വില്യം ഷേക്സ്പിയറിന്റെ വെൽ നോൺ ആയിട്ടുള്ള, വളരെയധികം അറിയപ്പെടുന്ന ഹിസ്റ്ററി പ്ലേ. ഹിസ്റ്ററി പ്ലേ എന്താണ്? ചരിത്ര നാടകം. അപ്പോൾ വില്യം ഷേക്സ്പിയർ എഴുതിയ അദ്ദേഹത്തിന്റെ വളരെയധികം അറിയപ്പെടുന്ന ചരിത്ര നാടകമായിട്ടുള്ള ഏത് നാടകമാണ്? ജൂലിയസ് സീസർ. ഈ ജൂലിയസ് സീസറിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഇനി നോക്കുക, ഇതെന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്, ആദ്യ ഭാഗമാണ്. എന്തിന്റെയാ? ഓഫ് ദ സ്പീച്ച്. പ്രസംഗത്തിന്റെ ആദ്യ ഭാഗമാണ്. ഏത് പ്രസംഗം? ആര് നടത്തുന്ന പ്രസംഗം? നോക്കുക, ഡെലിവേർഡ് ബൈ മാർക്ക് ആന്റണി. ഈ പ്രസംഗം നടത്തുന്നത് മാർക്ക് ആന്റണിയാണ്. ഇപ്പൊ പ്രസംഗം നടത്തുക എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക, ഡെലിവേർഡ്. അപ്പൊ ഡെലിവേർഡ് ബൈ മാർക്ക് ആന്റണി. അവിടെ നിങ്ങൾക്ക് മെയ്ഡ് എന്നുള്ള വാക്കും ഉപയോഗിക്കാം. മെയ്ഡ് ബൈ മാർക്ക് ആന്റണി എന്നും പറയാം. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച് ഡെലിവേർഡ് ബൈ മാർക്ക് ആന്റണി. മാർക്ക് ആന്റണി നടത്തുന്ന പ്രസംഗത്തിന്റെ ആദ്യ ഭാഗമാണ്. ഈ മാർക്ക് ആന്റണി ആരാണ്? സീസേഴ്സ് ഫ്രണ്ട്. സീസറിന്റെ സുഹൃത്താണ് മാർക്ക് ആന്റണി. ഇനി എപ്പോഴാണ് ഈ പ്രസംഗം നടത്തുന്നത്? നിങ്ങൾ നോക്കുക, അറ്റ് ഹിസ് ഫ്യൂണറൽ. സീസറിന്റെ ഫ്യൂണറലിൽ വെച്ചാണ് ഈ പ്രസംഗം നടത്തുന്നത്. എന്താണ് ഫ്യൂണറൽ? ശവമടക്ക്. അപ്പോൾ സീസർ മരിച്ചു. സീസറിന്റെ ശവമടക്കിന് മാർക്ക് ആന്റണി നടത്തുന്ന പ്രസംഗമാണ് ഈ പാഠം. അതിന്റെ ആദ്യ ഭാഗമാണ് ഈ പാഠം. നോക്കുക, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്പീച്ച്. ഈ സ്പീച്ചിന്റെ ബിഗിനിങ്ങിൽ, ഈ സ്പീച്ചിന്റെ തുടക്കത്തിൽ ആന്റണി പ്രിറ്റൻസ്. ആന്റണി പ്രിറ്റൻഡ് ചെയ്യുകയാണ്. എന്താ പ്രിറ്റൻഡ് ചെയ്യുക? അഭിനയിക്കുക, നടിക്കുക. ആന്റണി അഭിനയിക്കുന്നു. ടു എഗ്രി വിത്ത് ബ്രൂട്ടസ് ആൻഡ് ദി അതർ മെൻ. എഗ്രി ചെയ്യുന്നതായിട്ട്. എന്താ എഗ്രി ചെയ്യുക? യോജിക്കുക. യോജിക്കുന്നതായിട്ട് ആരോടൊക്കെ ഒപ്പമാണ്? ബ്രൂട്ടസിന്റെയും ആൻഡ് ദി അതർ മെൻ, മറ്റുള്ള ആളുകളുടെയും ഒപ്പം യോജിക്കുന്നതായിട്ട് ആന്റണി നടിക്കുകയാണ്, അഭിനയിക്കുകയാണ്. ഈ ആരാണ് ഈ ആളുകൾ? ഹൂ കിൽഡ് സീസർ. സീസറിനെ കൊന്നവരാണ് ഈ ആളുകൾ. അപ്പോൾ സീസറിനെ കൊന്ന ആളുകളോട് യോജിക്കുന്ന തരത്തിലാണ് ആന്റണി തന്റെ സംസാരം തുടങ്ങുന്നത്. ഇനി നോക്കിക്കൊള്ളുക, ഹി കീപ്സ് കോളിംഗ് ബ്രൂട്ടസ് ആൻ ഓണറബിൾ മാൻ. ഈ ആന്റണി കണ്ടിന്യൂസ് ആയിട്ട് സീസറിനെ വിളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് വിളിക്കുന്നത്? ആൻ ഓണറബിൾ മാൻ. ഓണറബിൾ എന്താണ്? മാന്യൻ അല്ലെ, മാന്യനായ വ്യക്തി, മാന്യനായ മനുഷ്യൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രൂട്ടസിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബട്ട് എന്നാൽ ഹി ഡസ് നോട്ട് റിയലി മീൻ ഇറ്റ്. അയാൾ ശരിക്കും ഇതല്ല ഉദ്ദേശിക്കുന്നത്. മാന്യൻ മാന്യൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ അയാൾ അതല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഹി യൂസസ് ദിസ് ഫ്രേസ്. അയാൾ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്, അതും എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ടു മേക്ക് പീപ്പിൾ തിങ്ക്. ആളുകളെ ചിന്തിപ്പിക്കാനാണ്. തിങ്ക് ചെയ്യുക, ചിന്തിക്കുക.
മേക്ക് തിങ്ക് ചിന്തിപ്പിക്കുക. ആളുകളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നോക്കുക, he then talks about the good things Caesar did. എന്നിട്ട് ബ്രൂട്ടസിനെ മാന്യൻ എന്നൊക്കെ വിളിച്ചിട്ട് അയാൾ എന്താ ചെയ്യുന്നത്, അവരോട് യോജിക്കുന്നത് പോലെയൊക്കെ പ്രസംഗം തുടങ്ങിയിട്ട് അയാൾ എന്താ ചെയ്യുന്നത്, he then അതിനുശേഷം talks about സംസാരിക്കുകയാണ്. എന്തിനെ പറ്റിയാ? the good things നല്ല കാര്യങ്ങളെ പറ്റി. Caesar did, സീസർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ്. എന്നിട്ട് നോക്കുക, he says, അയാൾ പറയുന്നു, മാർക്ക് ആന്റണി പറയുന്നു, how Caesar, എങ്ങനെയാണ് സീസർ worked for Rome's prosperity, റോമിന്റെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തത്. എങ്ങനെയാണ് റോമിന്റെ സമൃദ്ധിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി സീസർ കഷ്ടപ്പെട്ടത് എന്നയാൾ പറയുകയാണ്. എന്നിട്ട് നോക്കുക, സീസർ സ്റ്റുഡ് ഫോർ ദി പുവർ, സീസർ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടു. അയാൾ പറയുന്നു, പാവം പിടിച്ചവർക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിന്നവനാണ് സീസർ. ആൻഡ് ഈവൻ ക്രൈഡ്, സീസർ കരഞ്ഞിട്ട് പോലുമുണ്ട്. വിത്ത് ദം, പാവപ്പെട്ടവരോടൊപ്പം. പാവപ്പെട്ടവർ കരയുമ്പോൾ സീസറും കരഞ്ഞിട്ടുണ്ട് എന്ന് ആന്റണി പറയുന്നു. ബിസൈഡ്സ്, അത് മാത്രമല്ല, ഹി ത്രൈസ് റെഫ്യൂസ്ഡ്, ഈ സീസർ 3 തവണ, ത്രൈസ് 3 തവണ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്, നിരസിച്ചിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ക്രൗൺ, എന്താണ്, കിരീടം. വിച്ച് ആന്റണി ഓഫേർഡ് ഹിം, ആരാണ് ഈ കിരീടം ഓഫർ ചെയ്തത് സീസറിന്? ആന്റണി തന്നെയാണ്. ആന്റണി തന്നെ സീസറിനെ രാജാവാക്കാൻ നോക്കി. എന്നാൽ സീസർ അത് പറ്റില്ല, വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Thus, അങ്ങനെ ആന്റണി പ്രൂവ് ചെയ്യുകയാണ്, തെളിയിക്കുകയാണ് that Caesar was not truly ambitious, സീസർ ശരിക്കും അംബീഷ്യസ് അല്ലായിരുന്നു എന്ന് ആന്റണി അവിടെ തെളിയിക്കുകയാണ്. അംബീഷ്യസ് എന്ന് പറയുമ്പോൾ അധികാരമോഹി. അപ്പൊ സീസർ ശരിക്കും ഒരു അധികാരമോഹി ആയിരുന്നില്ല, അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് ആന്റണി അവിടെ തെളിയിക്കുകയാണ്. as Brutus has said, ആര് പറഞ്ഞതുപോലെ? ബ്രൂട്ടസ് പറഞ്ഞതുപോലെ. അപ്പൊ ബ്രൂട്ടസ് പറഞ്ഞു സീസർ അധികാരമോഹിയാണെന്ന്. എന്നാൽ അങ്ങനെ അല്ല എന്ന് ആന്റണി അവിടെ തെളിയിക്കുകയാണ്. ബൈ യൂസിങ് സോഫ്റ്റ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആൻഡ് ഇമോഷൻ, അതുപോലെ ഫീലിംഗ് ഉപയോഗിച്ചുകൊണ്ട്, ആന്റണി സ്ലോലി ടേൺസ് ദ പീപ്പിൾ, ആന്റണി പതിയെ ആളുകളെ തിരിക്കുകയാണ്, ടേൺ ചെയ്യിക്കുകയാണ്. എഗെയിൻസ്റ്റ് ബ്രൂട്ടസ് ആൻഡ് ദി അതേഴ്സ്, ബ്രൂട്ടസിനും മറ്റുള്ളവർക്കും എതിരായി ആന്റണി ആളുകളെ തിരിക്കുകയാണ് തന്റെ സോഫ്റ്റ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇനി അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക. ഇപ്പോൾ നമ്മൾ പാഠത്തിന്റെ സമ്മറി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പാഠത്തിന്റെ ലാംഗ്വേജിന്റെ പ്രത്യേകതയാണ് വേണ്ടത്. അതാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. മോസ്റ്റ് ഓഫ് ദ ലൈൻസ് ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേസ്, ഷേക്സ്പിയറിന്റെ നാടകങ്ങളിലെ മിക്ക നാടകങ്ങളിലെ, എല്ലാ നാടകങ്ങളിലെയും മിക്ക വരികളും ആർ ഇൻ ബ്ലാങ്ക് വേഴ്സ്. എങ്ങനെയാണ്? ബ്ലാങ്ക് വേഴ്സിലാണ്. ഡീറ്റെയിൽസിലേക്ക് ഒന്നും നമുക്കിപ്പോൾ പോകണ്ട, അതിനുവേണ്ടി സമയവും കളയണ്ട. ബ്ലാങ്ക് വേഴ്സിലാണ് എന്ത്, ഷേക്സ്പിയറിന്റെ മിക്ക നാടകങ്ങളിലെയും വരികൾ എഴുതിയിരിക്കുന്നത്. ആന്റണീസ് സ്പീച്ച് ഈസ് നോ എക്സെപ്ഷൻ, ആന്റണിയുടെ പ്രസംഗവും എക്സെപ്ഷൻ അല്ല, അതും മറ്റൊരു രീതിയിലൊന്നുമല്ല, അതും ബ്ലാങ്ക് വേഴ്സിൽ തന്നെയാണ്. അപ്പോൾ കവിതയ്ക്ക് നാടകങ്ങളിൽ ഇമോഷൻസ് കൃത്യമായിട്ട് എന്താണ് കൺവേ ചെയ്യാൻ, അത് ആളുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലത് ബ്ലാങ്ക് വേഴ്സ് ആണെന്നാണ് ഷേക്സ്പിയർ വിശ്വസിച്ചത്. അപ്പോൾ ആന്റണിയുടെ പ്രസംഗവും ഈ ബ്ലാങ്ക് വേഴ്സിൽ തന്നെയാണ് എഴുതിയേക്കുന്നത്. ബ്ലാങ്ക് വേഴ്സ് എന്നുള്ള സംഭവം അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസന്റ് ഹാവ് എനി റൈം സ്കീം. ഈ ബ്ലാങ്ക് വേഴ്സിൽ റൈം സ്കീം ഇല്ല, റൈമിംഗ് വേർഡ്സ് അതൊന്നും കൃത്യമായിട്ട് വരത്തില്ല, കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കില്ല. അപ്പോൾ ബ്ലാങ്ക് വേഴ്സിന്റെ പ്രത്യേകത അതാണ്. അയാംബിക് പെൻഡാമീറ്റേഴ്സ്, അത് അയാംബിക് പെൻഡാമീറ്ററിലുള്ള വരികളാണ്, റൈം സ്കീം ഇല്ലാത്ത, അതിനെയാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ജസ്റ്റ് കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി, ബ്ലാങ്ക് വേഴ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സിന്റെ പ്രത്യേകത റൈം സ്കീം ഇല്ല. ബട്ട് എന്നാൽ അലിറ്ററേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അലിറ്ററേഷൻ, റെപ്പറ്റീഷൻ, ആവർത്തനം, വരികൾ ആവർത്തിച്ചു വരുന്നത്. അതുപോലെ മെറ്റഫർ, രൂപകം, ഐറണി, ഓപ്പോസിറ്റ് കാര്യം പറയുന്നത്, വിരോധാഭാസം വേണമെങ്കിൽ അങ്ങനെ പറയാം.
ഹൈപ്പർബലി എന്താണ്? എക്സാജറേഷൻ, പെരുപ്പിച്ച് പറയുന്നത്, തള്ള്, അത് ഹൈപ്പർബലി എറ്റ്സെട്ര മുതലായവ ക്യാൻ ബി സീൻ നമുക്ക് കാണാൻ കഴിയും ഇൻ ദി സ്പീച്ച്. മാർക്ക് ആന്റണിയുടെ സ്പീച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ബ്രൂട്ടിഷ് ബീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. അപ്പോൾ അലിറ്ററേഷന്റെ എക്സാമ്പിൾ ആണ് ബ്രൂട്ടിഷ് ബീസ് എന്ന് പറയുന്നത്. ബി ബി അല്ലെ, ബ ബ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു തൊട്ടടുത്ത വാക്കുകളുടെ തുടക്കത്തിൽ. അതാണ് ഇവിടെ അലിറ്ററേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ ബിക്കൊന്ന് അണ്ടർലൈൻ ചെയ്യുക, 2 ബിക്കും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രൂട്ടിഷ് ബീസ് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. ദ ഫ്രേസ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ ഈസ് റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. പല തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്ന പ്രയോഗം പല തവണ നമ്മുടെ ഈ പാഠത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. ആ സ്പീച്ചിൽ ആന്റണി ആവർത്തിച്ചു പറയുന്നുണ്ട്. ഐറണി ക്യാൻ ബി സീൻ. ഐറണി നമുക്ക് കാണാം, വിരോധാഭാസം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാം. ഹിയർ ഇവിടെ, ആസ് വെൽ ഇവിടെ അതും നമുക്ക് കാണാം. അതായത് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് അർത്ഥം കൂടിയുണ്ട്. ശരിക്കും ബ്രൂട്ടസ് മാന്യൻ എന്നുള്ള രീതിയിലല്ല. ചെറിയൊരു തുടക്കത്തിൽ നമുക്കൊന്നും തോന്നില്ല എങ്കിലും കവിത പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ബ്രൂട്ടസിനെ ആക്കി പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. സിൻസ് അതിന്റെ കാരണം ആന്റണി ഡസ് നോട്ട് റിയലി മീൻ ഇറ്റ്. ആന്റണി ശരിക്കും അതല്ല ഉദ്ദേശിക്കുന്നത്. ബ്രൂട്ടസ് ഓണറബിൾ ആണ് എന്നല്ല ആന്റണി ശരിക്കും ഉദ്ദേശിക്കുന്നത്. സംസാരിച്ചു കഴിയുമ്പോൾ എന്താണ്, ആളുകൾക്കത് മനസ്സിലാവുകയും ചെയ്യും. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. എന്റെ ഹൃദയം സീസറിനോടൊപ്പം ശവപ്പെട്ടിയിലാണ് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ. അത് ഉദാഹരണമാണ്. എന്തിൻ്റെയൊക്കെയാണെന്ന് നോക്കി, ഓഫ് ബോത്ത് മെറ്റഫർ, മെറ്റഫറിന്റെയും ഉദാഹരണമാണ്, ആൻഡ് ഹൈപ്പർബലി, ഹൈപ്പർബലിയുടെയും ഉദാഹരണമാണ്. ഹൈപ്പർബലി നമുക്കറിയാം തള്ളാണ് അല്ലെ, അതായത് എക്സാജറേറ്റ് ചെയ്യുക, പെരുപ്പിച്ച് പറയുക. അപ്പൊ എന്റെ ഹൃദയം സീസറിനൊപ്പം എന്താണ്, ശവപ്പെട്ടിയിലാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ശവപ്പെട്ടിയിലല്ല. അതായത് ഞാൻ ചത്തതിന് തുല്യമാണ്, അല്ലെ സീസറിനൊപ്പം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. അതൊരു ചെറിയ എന്താണ് എക്സാജറേഷൻ, ഒരു കുറച്ച് അതിശയോക്തി കലർന്ന തരത്തിൽ കുറച്ചൊന്ന് പെരുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം അത് മെറ്റഫറുമാണ് അല്ലെ, സ്വയം ചത്തതുപോലെ, സ്വയം മരിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു കമ്പാരിസൺ കൂടിയാണ്, ഒരു ഡെഡ് ബോഡിയുമായിട്ട് സ്വയം കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ അതൊരു മെറ്റഫർ കൂടിയാണ്. ഇനി വാട്ട് കോസ് വിത്ത് ഹോൾസ് യു, എന്ത് കാരണമാണ് നിങ്ങളെ തടയുന്നത്? ദെൻ അങ്ങനെയെങ്കിൽ ടു മോൺ ഫോർ ഹിം, അയാൾക്ക് വേണ്ടി കരയാൻ, സീസറിന് വേണ്ടി കരയാൻ എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത്? എന്താണ് നിങ്ങളെ ആ കരയുന്നതിൽ നിന്ന് തടയുന്നത് എന്നുള്ള ചോദ്യം ഈസ് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. അതൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഉത്തരത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല, ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. എന്ത് ഇഫക്റ്റ് ആണ്? ടു സ്റ്റിർ, ഇളക്കാൻ വേണ്ടിയിട്ടാണ്. പീപ്പിൾസ് മൈൻഡ്സ്, ആളുകളുടെ മനസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട് ആന്റണി ചോദിക്കുന്നതാണ്. അപ്പോൾ ഓൾ ദീസ് എലമെന്റ്സ്, ഈ ഘടകങ്ങളെല്ലാം മേക്ക് ആന്റണി സ്പീച്ച്, ആന്റണിയുടെ പ്രസംഗത്തെ ആക്കി തീർക്കുന്നു വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സ്പീച്ചസ്, ഏറ്റവും ശക്തമായ, ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, സ്വാധീനിക്കാൻ പറ്റുന്ന പ്രസംഗങ്ങളിൽ ഒന്നാക്കി ആന്റണിയുടെ പ്രസംഗത്തെ മാറ്റുന്നു ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. എന്താണ്, ആന്റണിയുടെ പ്രസംഗത്തിന്റെ സമ്മറി പറഞ്ഞു, അതിലെ ഭാഷയുടെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതാണ്.